ഇനി മറ്റു വാർത്തകളിലേക്ക് വിശദമായി. വയനാട് പുൽപ്പള്ളി പഞ്ചായത്തിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിൽ BJP UDF ധാരണയിൽ പ്രതികരണവുമായി കോൺഗ്രസിൽ നിന്നുള്ള വാർഡംഗം. BJPയുമായി കൂട്ടുചേരാൻ തീരുമാനിച്ചത് പാർട്ടി ധാരണപ്രകാരമെന്ന് വാർഡംഗം MD കരുണാകരൻ. അദ്ദേഹത്തിന്റെ വാക്കുകൾ. പുൽപ്പള്ളി ഗ്രാമപഞ്ചായത്തിൽ നടന്ന സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നമ്മുടെ പാർട്ടി നിർദ്ദേശം അനുസരിച്ച് BJPക്കാർ അടക്കം കൂട്ടുനിന്നിട്ടാണ് നമ്മൾ ഇപ്രാവശ്യം ഈ പറഞ്ഞ 3 അംഗങ്ങളെ തെരഞ്ഞെടുപ്പിക്കുന്നത്. അത് രാവിലെ തന്നെ പാർലമെൻറ്റ് പാർട്ടി ഉണ്ടായിരുന്നു. പാർലമെൻറ്റ് പാർട്ടി യോഗത്തിൽ വെച്ച് BJP ആയിട്ട് അലയൻസ് ഉണ്ടെന്നും അതുകൊണ്ട് നമ്മൾ വോട്ട് ചെയ്യണമെന്ന് പറയുക അടിസ്ഥാനത്തിൽ നമ്മൾ വോട്ട് ചെയ്തിരിക്കുന്നത്. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ നമ്മളെ BJPയുടെ പ്രതിനിധിയെ തിരഞ്ഞെടുക്കുകയും മറ്റേ വികസന കാര്യത്തിൽ കോൺഗ്രസിൻ്റെ സാരി തിരഞ്ഞെടുക്കുകയും അതുപോലെ വിദ്യാഭ്യാസ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ കോൺഗ്രസിൻ്റെ അംഗത്തെ തിരഞ്ഞെടുക്കുകയും ചെയ്തു. പാർട്ടി നിർദ്ദേശമനുസരിച്ച്. വയനാട്ടിൽ നിന്നും സുർജിത്ത് അയ്യപ്പത്ത് ടെലിഫോണിൽ ചേരുന്നു. സുർജിത്ത്, വിവരങ്ങൾ പറയൂ. SKN പുൽപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കൃത്യമായ രീതിയിലുള്ള UDF BJP ധാരണ ഉണ്ടായിരുന്നു എന്ന് വ്യക്തമാക്കുന്നതാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ. അതായത് കോൺഗ്രസ് നേതാവായിട്ടുള്ള ആളാണ്, ഒപ്പം തന്നെ മുൻ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള ആളാണ് ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണം നടത്തിയെന്നുള്ളതും ശ്രദ്ധേയമാണ്. എന്തായാലും കൃത്യമായ ധാരണ ഇതിനകത്ത് ഉണ്ടായിരുന്നു. 2 സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിൽ UDFനും 1 സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗത്വം BJPക്കും നൽകുന്ന വിധത്തിലേക്കാണ് ഇത്തരത്തിലൊരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. ഇതിൽ മണ്ഡലം പ്രസിഡന്റ് അടക്കം ധാരണയുണ്ട് എന്നുള്ളതാണ് MD കരുണാകരൻ പരസ്യമായി തന്നെ പ്രതികരിക്കുന്നത്. ഇന്നായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പ് നടന്നത്. കക്ഷിനില LDFന് 9ഉം UDFന് 8ഉം BJPക്ക് 4 അംഗങ്ങളാണുള്ളത്. ഇതിൽ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയും ഒപ്പം തന്നെ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയും വനിതകൾക്കാണ്. ഇതാണ് കോൺഗ്രസിന് ലഭിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കോൺഗ്രസിനാണ് ഇത് കിട്ടിയിരിക്കുന്നത്. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്ക് BJPയുടെ പ്രതിനിധിയും തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സാഹചര്യമുണ്ട്. അതായത് ഇവർക്ക് 12 സീറ്റ് പിൻബലം, വോട്ടുകളുടെ പിൻബലമാണ് UDFന് ഉണ്ടായിരിക്കുന്നത്. ഇത് 8 വോട്ടുകൾ കോൺഗ്രസിന്റെ, UDFന്റെ വോട്ടുകൾ, ബാക്കി 4 വോട്ടുകൾ BJPയുടെ വോട്ടുകൾ. ഈ വിധത്തിലാണ് ഇത്തരത്തിലൊരു ധാരണ പരസ്യമായ രീതിയിൽ തന്നെ. അങ്ങനെ 12 വോട്ടുകളുടെ മെജോറിറ്റിയിലാണ് ഇവർക്ക് ഇത്തരത്തിൽ 2 സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ പിടിക്കാനുള്ള സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ CPM പരസ്യ പ്രതികരണവുമായി രംഗത്ത് എത്തിയിട്ടുണ്ട്. വലിയ ഒരു അവിശുദ്ധ കൂട്ടുകെട്ടാണ് പുൽപ്പള്ളിയിൽ ഉണ്ടായിരിക്കുന്നത് CPMന്റെ ആരോപണം. ഇതുമായി ബന്ധപ്പെട്ട തുടർ പ്രതികരണങ്ങളും അടുത്ത ദിവസങ്ങളിൽ ഉണ്ടാവും. താങ്ക് യു സുർജിത്ത് അയ്യപ്പത്ത്. ടെലിഫോണിലാണ് സുർജിത്ത് ഉണ്ടായിരുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.